അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ മലപ്പുറത്തു നിന്നും കർണാടകയിലെ പ്രശസ്തമായ ഉള്ളാൾ ദർഗയിലേക്ക് ഒരു ആത്മീയ യാത്ര പുറപ്പെടുകയാണ്. യാത്രക്ക് റെഡി, എല്ലാവരും കാത്തിരിക്കുന്നു. പക്ഷെ ആദ്യം വരുമെന്ന് പറഞ്ഞിരുന്ന ഉസ്താദ് ഫോൺ എടുക്കുന്നില്ല. എത്ര വിളിച്ചിട്ടും ഫലമില്ല. അവസാനം ഞങ്ങൾ മിണ്ടാതെ റൂമിലേക്ക് കയറി. ഉറക്കിൽ നിന്നും എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നിങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തെത്തിയത് ഞങ്ങൾ മോങ്ങത്തെ ഒരു ചായക്കട എന്ന ചായക്കടയിലേക്കാണ്. അവിടെ നിന്ന് ഇറച്ചിയും പുളിയും കഴിക്കും. വല്ലാത്തൊരു ടേസ്റ്റ്. ആ ഇറച്ചിയും പുളിക്കും ഇഷ്ടം പോലെ ഫാൻസുകളുണ്ട്. അവിടെ പല ആളുകളും പല ദിക്കിൽ നിന്നും വരുന്നു. ചായ കഴിക്കാൻ ഇങ്ങോട്ട് വരണോ എന്ന് ചോദിച്ച ആളുകൾ പോലും ഒരു ഇറച്ചിയും പുളിയും കഴിച്ച് പിന്നീടും ഓർഡർ ചെയ്തു. മാഷാ അല്ലാഹ്, അടിപൊളി. സ്പെഷ്യൽ ട്രിപ്പ്. വണ്ടിക്ക് കാറ്റൊക്കെ അടിച്ചു. പെട്ടെന്നുണ്ടായൊരു പോക്കാണ് യാത്ര. നല്ല ഡ്രൈവറൊക്കെ എണ്ണൊക്കെ അടിച്ചു, ബില്ലൊക്കെ അടിച്ച് തരണം. പെട്ടെന്നൊരു പോക്ക്. എല്ലാവരും ഉണ്ട്. ബില്ലൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണം. ബില്ലൊക്കെ പോലെ സെറ്റല്ലേ? എന്താ അഭിപ്രായം? എന്താ വളരെ ഇതായിട്ട് ഇപ്പോൾ സമയം പാവം ഉറക്കം പറയാൻ കിട്ടുന്നില്ല. അല്ല, കുഞ്ഞുണ്ണി മാഷ 50 ആയിട്ടുള്ളല്ലേ? കുഞ്ഞുണ്ണി മാഷ സുസ്കാന്തി പറയുന്നുണ്ട്. കയറിക്കോളി. വിശ്വാസ എന്തെങ്കിലും പറയണം. നിങ്ങളെ ഇപ്പൊ എന്താ നമ്മുടെ യാത്രയെ കുറിച്ച് യാത്രയെ കുറിച്ചുള്ള തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ ഓർക്കത്തുനിന്ന് വന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കുഞ്ഞിപ്പള്ളി മക്കാമിലാണ് എത്തിയത്. അവിടെ നിന്നും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മക്കാമിലേക്ക് പോകുന്ന രംഗമാണ് കാണുന്നത്. കാലിൻ്റെ ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. വളരെ രസകരമായ കാഴ്ച. യാത്രയിൽ ഞാനും ഉബൈദുസ്താദും നല്ല ഉറക്കത്തിലായിരുന്നു. ഞങ്ങൾ ഉറക്കം തുടങ്ങിയപ്പോൾ തന്നെ ബാക്കിൽ ഫാറ്റ് കട്ട് തുടങ്ങി എന്ന് പറഞ്ഞു. ഈ ഫാറ്റ് കട്ട് എന്ന് പറയുന്നത് കൊണ്ട് ഉറക്കം എന്നാണ് ഞങ്ങളുടെ ഇടയിലുള്ള സംസാരം. അവിടെ എത്തിയപ്പോൾ മറ്റൊരു യാത്രസംഘം അവിടെ ഉണ്ടായിരുന്നു. ഹൈവേ റോഡ് പണി നടക്കുന്നതിനാൽ അവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് കരിമരുന്ന് പ്രയോഗങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. വല്ലാത്തൊരു കഥ. ആ രംഗം വീഡിയോ എടുക്കാൻ ഞങ്ങൾ തുനിഞ്ഞില്ല. യാത്രയുടെ ആത്മീയതയാണ് പ്രാധാന്യം. പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നിസ്കാരത്തിൽ പ്രവേശിച്ച ശേഷം ഇവിടെ നിന്നും സിയാറത്ത് ചെയ്ത് സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു, സഗീർ എന്നിവരുടെ സിയാറത്തുകളൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ പുറകുവശത്തുള്ള മക്കാമിലും പോയി ഞങ്ങൾ സിയാറത്ത് ചെയ്തു. അവിടുത്തെ തവസ്സുൽ ബൈത്തുകളൊക്കെ ചൊല്ലി പാടി പറഞ്ഞ് ഞങ്ങൾ സലാം പറഞ്ഞിറങ്ങി. വല്ലാത്തൊരു അനുഭൂതി. AKG ഹോസ്പിറ്റലിനടുത്ത് തലാപ്പ് കണ്ണൂരിൽ ഒരു മക്കാമ്പ് കണ്ടു. സാദുല്ലാ ഷാ എന്നിവരുടെ മക്കാമാണ്. അവിടുത്തെ ചരിത്രങ്ങളൊക്കെ അറിയുന്നെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. തലാപ്പിൽ നിന്നും യാത്ര തുടർന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്ന് വണ്ടി മുന്നോട്ട് നീങ്ങി. രാവിലത്തെ പ്രകാശം റോഡിലൂടെ നീണ്ടു പോകുന്നുണ്ട്. അവിടെ തടവുകാർ രാവിലെ ജോലികളിൽ തിരക്കിലായിരുന്നു. എന്നാൽ ആ ദൃശ്യങ്ങൾ ഞങ്ങൾ വീഡിയോയിൽ പകർത്തിയില്ല. യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഒരു നീളൻ പാലത്തിലൂടെ വണ്ടി സാവധാനം നീങ്ങി. സുന്ദരമായ പ്രഭാത വെളിച്ചം അപ്പോഴാണ് കണ്ണുകൾക്ക് മുന്നിൽ തുറന്നത്. ഒരു അദ്ഭുത പ്രഭാത ദൃശ്യം. ആകാശം ഓറഞ്ചും സ്വർണവും നിറഞ്ഞു ചേർന്ന ചിത്രമാകുന്നു. റെയിൽവേ പാലത്തിൻ്റെ കാഴ്ച. അപ്പുറത്ത് ഒരു റെയിൽവേ പാലവും കാണാം. ശാന്തമായ നദിക്ക് മുകളിലൂടെ നീളെ കിടക്കുന്ന അതിൻ്റെ രൂപം ആ ദൃശ്യത്തിന് വേറിട്ട ഭംഗി. ഇപ്പോൾ സമയം രാവിലെ 9 മണിയാകാൻ പോകുന്നു. പക്ഷേ ഒരു കാര്യമാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തളിപ്പറമ്പിൽ കടകൾ മിക്കതും തുറന്നിട്ടില്ല. ഞായറാഴ്ചയാണെങ്കിലും പകുതിയെങ്കിലും കടകൾ തുറന്നു കാണുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ഇവിടെ ആകെ 1-2 കടകൾ മാത്രം തുറന്നു കാണുന്നു. ബാക്കിയെല്ലാം നിശബ്ദം. ഇത് തളിപ്പറമ്പിൻ്റെ പ്രത്യേകതയാണോ, അല്ലെങ്കിൽ ഞായറാഴ്ച പ്രഭാതത്തിൻ്റെ ശാന്തതയാണോ? ഇവിടെ ജീവിതം അല്പം വൈകിയാണ് ആരംഭിക്കുന്നത് പോലെയാണല്ലോ. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം തളിപ്പറമ്പിലെ മന്ന മക്കാമിലേക്കാണ്. ഇവിടെ കാൽവെക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായ ശാന്തത അനുഭവിക്കാം. ചുറ്റും മക്ബറുകളാൽ നിറഞ്ഞു കിടക്കുന്ന ഈ സ്ഥലം ഒരു ആത്മീയതയുടെ ഓർമ്മപ്പെടുത്തൽ പോലെ. ഓരോ ഖബറുകളും ഒരു ജീവിതം കഥ പറയുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ
സിയാറത്തിലെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ശാന്തവും സുന്ദരവുമായ ഒരിടം. ഇവിടെ കാറ്റിന് പോലും ഒരു സമാധാനമുണ്ട്. ഈ അന്തരീക്ഷം വല്ലാതെ മനസ്സിനെ ആകർഷിച്ചു. ലോകത്തിന്റെ തിരക്കുകളിൽ നിന്ന് അകലെയുള്ള ഒരു ആത്മശാന്തിയുടെ താവളം പോലെ. ജീവിതം എത്ര താൽക്കാലികമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഇവിടെ സമയം പോലും പതുക്കെ പോകുന്നത് പോലെ തോന്നുന്നു. ഹൃദയം നിറഞ്ഞ ഒരു നിശബ്ദത. ഇപ്പോൾ ഞങ്ങളുടെ യാത്ര മറ്റൊരു പാലത്തിലൂടെയാണ് സഞ്ചാരം. താഴെ പുഴ ശാന്തമായി ഒഴുകുന്നു. പുഴയുടെ അരികിലായി തെങ്ങുകൾ നിരന്നു നിൽക്കുന്നു. എന്തൊരു ഭംഗി! ഈ കാഴ്ച കണ്ണിൽ പതിഞ്ഞാൽ മറക്കാനാവില്ല. പ്രകൃതിയുടെ ഈ ലാളിത്യം മനസ്സിനെ ഒരു നിമിഷം നിശ്ചലമാക്കുന്നു. കാറ്റിൽ അലഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ ഇലകൾ, വെള്ളത്തിൻ്റെ മൃദുലമായ ശബ്ദം, പാലം മുകളിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ദൂരശബ്ദം. ഞങ്ങളുടെ യാത്ര ലക്ഷ്യം സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഉള്ളാൾ തങ്ങൾ പാപ്പാൻ്റെ അടുത്തേക്കാണ്. യാത്ര ഓരോ നിമിഷവും വേറിട്ട അനുഭവങ്ങൾ നിറഞ്ഞതാണ്. താജുലുൽമ തങ്ങൾ പാപ്പാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ റോഡിൻ്റെ വക്കുകളിൽ ആളുകൾ മത്സ്യം വാങ്ങാൻ നിൽക്കുന്നത് കാണാം. തീരദേശ പ്രദേശങ്ങളുടെ സ്വഭാവം തന്നെ ഇതാണ്. രാവിലെ മീൻ മാർക്കറ്റിൻ്റെ ചൂട് ഇപ്പോഴും കാഴ്ചയിൽ. ഒരു ഭാഗത്ത് ആത്മീയ ലക്ഷ്യം, മറുവശത്ത് ജീവിതത്തിൻ്റെ സാധാരണ തിരക്കുകൾ. അതാണ് കേരളത്തിൻ്റെ സൗന്ദര്യം. ഈ യാത്ര നയിക്കുന്നത് നിശാദ് തന്നെയാണ്. സുരക്ഷിതവും സമാധാനവുമായ ഡ്രൈവിങ്. ഒരു പാത ആത്മീയ ജീവിതത്തിലേക്ക്, മറുപാത ജീവിതത്തിൻ്റെ നിത്യചലനത്തിലേക്ക്. ആയിരത്തി ഒരുന്നൂറ് റുപ്യക്കാണ് ഈ ചെമ്മീൻ പോയത്. ഞങ്ങൾ മത്സ്യത്തുറയുടെ പ്രഭാതം കാണാൻ പോയി. ജനങ്ങൾ മത്സ്യം ലേലത്തിൽ വിളിക്കാൻ തയ്യാറായി ബോട്ടുകൾ വരുന്നതും കാത്തു നിൽക്കുന്നു. കടലിൽ നിന്ന് തിരിച്ചു വരുന്ന ഓരോ ബോട്ടുകളും പ്രതീക്ഷയുടെ നിറവിൽ. ഇവിടെയാണ് കടലിൻ്റെ പ്രഭാതം തുടങ്ങുന്നത്. ബോട്ടുകൾ എത്തും, പിന്നെ തുടങ്ങും ലേലം. അങ്ങോട്ട് നോക്കൂ, ഒരു ബോട്ടിൽ വന്ന് നിൽക്കുന്നു. എല്ലാവരും അതിൻ്റെ ചുറ്റും നിൽക്കുന്നു. മത്സ്യങ്ങൾ ഇറക്കാൻ തുടങ്ങിയാൽ ഉടൻ തന്നെ വിളി തുടങ്ങും. ഒരു വൃദ്ധയായ സ്ത്രീ ലേലം വിളിക്കുന്നത് ഞങ്ങൾ നോക്കി നിന്നു. വയസ്സൊന്നും ജീവിതത്തിൻ്റെ പോരാട്ടത്തിന് തടസ്സമല്ല. ഓരോ പ്രഭാതവും ഒരു പുതിയ പ്രതീക്ഷയാണ്. കടലിൻ്റെ തിരമാലകളിൽ നിന്നാണ് ഇവരുടെ സ്വപ്നങ്ങൾ കരയിലിറങ്ങുന്നത്. ലേലത്തിൻ്റെ വിളികളിൽ ജീവിതത്തിൻ്റെ സ്വരം കേൾക്കാം. ഡൈനിങ് ഹാളിലേക്ക് കടക്കുമ്പോൾ ട്രെയിൻ ബോഗിയുടെ രൂപത്തിൽ പെയിൻറ് ചെയ്ത മതിലുകൾ. വാതിൽ പോലും ട്രെയിൻ ഡോർ പോലെ തന്നെയുണ്ട്. അകത്ത് കയറുമ്പോൾ ഒരു ട്രെയിൻ യാത്രയിലാണോ എന്ന് തോന്നും. ഒരു മത്സ്യബന്ധന ജീവനക്കാരൻ, ഏകദേശം 70 വയസ്സ് പ്രായം തോന്നിക്കും. അദ്ദേഹം നർമ്മം കലർന്ന സംസാരങ്ങൾ. ഹോട്ടലിൽ പഴയ മാപ്പിളപ്പാട്ടുകൾ വച്ചിരുന്നു. അദ്ദേഹം പാട്ടിന് താളം പിടിച്ച് ഉറക്കെ പാടി തുടങ്ങിയപ്പോൾ ഹാളിലെ എല്ലാവർക്കും ആവേശം നിറഞ്ഞു. വാഹനം മറ്റൊരു റൂട്ടിലേക്ക് തിരിച്ചു. കുറച്ചു മുന്നോട്ട് പോയപ്പോൾ അതൊരു മനോഹരമായ കടപ്പുറം പ്രദേശമായിരുന്നു. അതീവ വൃത്തിയോടെയും ശാന്തതയോടെയും നിറഞ്ഞ ഒരു കടപ്പുറം കണ്ടപ്പോൾ മനസ്സിന് നിറഞ്ഞു.
കടൽ കാണാൻ അതിയായ രസം, തിരമാലകളുടെ ശബ്ദം, കടൽക്കാറ്റിൻ്റെ തണുപ്പ് എല്ലാം ചേർന്ന് അതൊരു മനോഹരമായ അനുഭവം. അതാ ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ എൻട്രൻസ് ഭാഗം കാണാൻ സാധിച്ചു. അതൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു. പ്രകൃതിയുടെ സൗന്ദര്യത്തിനൊപ്പം